എന്താണ് നിങ്ങളുടെ ഒരു നേട്ടം പറയുന്നൊരു ചോദ്യം സതീശൻ ചോദിച്ചാൽ ഒരു നേട്ടത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരും. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണമെന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ കാലത്തിൽ നിന്നും ഓണം നേരത്തെ വന്നുവെന്ന് പറഞ്ഞ മന്ത്രിയുടെ വങ്കത്തരങ്ങളിൽ നിന്നും സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം കൊടുക്കുന്നതിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കൈച്ചലാക്കിയ സ്ഥാനത്ത് ഇപ്പൊ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തതാണ് ഞങ്ങളുടെ നേട്ടം. വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രത്തിലെ ആദ്യ ചുവടുവയ്പ് ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ നേട്ടം. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമന നിരോധന ഉത്തരവിറക്കി PSC വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം ചെറുപ്പക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ നേട്ടം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്താണ് ഞങ്ങളുടെ നേട്ടം. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് അസാധ്യം എന്ന് ഫയലിൽ എഴുതി വെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ അവസാനിപ്പിച്ച അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയാക്കി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 കൊല്ലം സമ്മാനിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു തരാം. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. ശ്രീകുമാർ താങ്കളിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യഹൃദയം ഒരു ജില്ലാ ആശുപത്രിയിൽ മാറ്റിവെച്ചത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? K-Phone ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? ഇപ്പൊ അദ്ദേഹം പറയുന്നു മറ്റേ പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വന്ന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ദുഃഖമേ ഉള്ളൂ. രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കുക. നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്